അശ്ലീല ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത സംഭവത്തിൽ യൂട്യൂബർ തൊപ്പി എന്ന നിഹാദിനെതിരെ പോലീസ് കേസെടുത്തു. IT നിയമപ്രകാരം എറണാകുളം റൂറൽ സൈബർ പോലീസാണ് കേസെടുത്തത്. സുഹൃത്തുക്കളുടെ നഗ്ന വീഡിയോ ഇയാൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതായി FIRൽ പറയുന്നു. അഭിഭാഷകൻ ശ്രീജിത്ത് പെരുമനയുടെ പരാതിയിലാണ് നടപടിയെടുത്തിരിക്കുന്നത്. അശ്ലീല ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത സംഭവത്തിൽ യൂട്യൂബർ തൊപ്പി എന്ന പേരിൽ അറിയപ്പെടുന്ന നിഹാദിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ വലിയ രീതിയിൽ ഈ സൈബർ എടുത്ത ഒരു യുദ്ധം എന്ന രീതിയിലായിരുന്നു തൊപ്പിയും തൊപ്പിയുടെ സുഹൃത്തുക്കളും തമ്മിലുള്ള പോര് നടന്നത്. തൊപ്പിക്കെതിരെ ആരോപണങ്ങൾ ഉയർത്തി അവർ രംഗത്തെത്തുന്നു. തൊപ്പി തിരിച്ചും ആരോപണം ഉയർത്തുന്നു. കഴിഞ്ഞ ദിവസവും സമാന രീതിയിൽ തന്നെ തൊപ്പി ഒരു 2.5 മണിക്കൂറോളം ദൈർഘ്യമുള്ള ഒരു ലൈവ് നടത്തുകയുണ്ടായി. ഇതിലും തൊപ്പി നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നു. കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് ചേരുന്നുണ്ട്. അഭിജിത്ത്, ഈ അവസാനമായിട്ട വീഡിയോ അതിനെതിരെയാണോ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്? എന്താണ് നിലവിലെ ഒരു അപ്ഡേറ്റ്? ഈ തൊപ്പിയെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്കൊക്കെ കടന്നിട്ടുണ്ടോ? അശ്ലീല ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത സംഭവത്തിലാണ് യൂട്യൂബർ തൊപ്പി എന്ന നിഹാദിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. IT നിയമപ്രകാരം എറണാകുളം റൂറൽ സൈബർ പോലീസാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. സുഹൃത്തുക്കളുടെ നഗ്ന വീഡിയോ ഇയാൾ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യമാണ് FIRൽ പറയുകയും ചെയ്യുന്നത്. പരാതിയിൽ തൊപ്പി ഗ്യാങ്ങിനെതിരെ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ തന്നെ ഉത്തരവിടുകയും ചെയ്തിരുന്നു. പോക്സോ കേസുകൾ, നർക്കോട്ടിക്, അതോടൊപ്പം MDMA ഉപയോഗം, മാനസിക ശാരീരിക പീഡനങ്ങൾ, ഈ അശ്ലീല പ്രചാരണം, സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ ആരോപണങ്ങളിലാണ് തൊപ്പി എന്ന നിഹാദിന് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കുമെതിരെ പോലീസ് അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി അഭിഭാഷകനും സാമൂഹ്യ നിരീക്ഷകനുമായിട്ടുള്ള ശ്രീജിത്ത് പെരുമന പോലീസിന് നൽകിയിരുന്നു. അതിലാണ് FIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഇപ്പോൾ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുള്ളത്. തൊപ്പിയും സുഹൃത്തുക്കളും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതിന് പിന്നാലെയാണ് ഈ സുഹൃത്തുക്കളുടെ വീഡിയോ തൊപ്പി ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഉൾപ്പെടെ പോസ്റ്റ് ചെയ്യുകയും ചെയ്തത്. തന്റെ വീട്ടിലെ സുഹൃത്തുക്കൾ ലഹരി മരുന്ന് കൊണ്ടുവന്നെന്നും തൊപ്പി ആരോപിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ തൊപ്പി പെൺകുട്ടികളോട് ലൈംഗിക ചൂഷണം നടത്തിയെന്നും പിന്നീട് പണം നൽകിയത് ഒതുക്കി ചേർത്തെന്നും സുഹൃത്ത് ആരോപിക്കുകയും ചെയ്തിരുന്നത് കൂടിയാണ്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളോട് വരെ തൊപ്പി ലൈംഗിക അതിക്രമം നടത്തിയെന്ന് സുഹൃത്തുക്കൾ വീഡിയോയിലടക്കം ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. തൊപ്പിയുടെ മുറിയിൽ നിന്ന് കഞ്ചാവ് പുറത്തെടുക്കുന്ന വീഡിയോ അടക്കം സുഹൃത്ത് ഷമീർ പുറത്തുവിട്ടിരുന്ന ഒരു സാഹചര്യം കൂടി ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ തൊപ്പിയോടും അതോടൊപ്പം തന്നെ കൂട്ടരുടെയും ലൈവ് വീഡിയോകൾ പരിധി വിട്ടതോടുകൂടിയാണ് ശ്രീജിത്ത് പെരുമന പരാതി നൽകുകയും ചെയ്തിട്ടുള്ളത്. ലക്ഷക്കണക്കിന് കുട്ടികളാണ് ഇപ്പോൾ തൊപ്പിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ പിന്തുടരുകയും ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അഭിഭാഷകൻ ശ്രീജിത്ത് പെരുമന അദ്ദേഹം പരാതിക്കാരൻ കൂടിയാണ്. അദ്ദേഹം ആവശ്യം ഉന്നയിച്ചതിന് പിന്നാലെ തന്നെ 67 IT ആക്ടിലെ 67 വകുപ്പ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. അതോടൊപ്പം BNSലെ 294 വകുപ്പും ചുമത്തിയിട്ടുണ്ട്. 67 IT ആക്ടിലുള്ള A and B എന്നുള്ള 2 വകുപ്പ് ചുമത്തണമെന്നുള്ള ആവശ്യം അത് വീണ്ടും ഉന്നയിക്കുമെന്നുള്ള കാര്യം കൂടി ശ്രീജിത്ത് പെരുമന ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ആലുവ സൈബർ പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. എറണാകുളം റൂറൽ പരിധിയിൽ കൂടിയാണ് ഈ സ്റ്റേഷൻ ഉള്ളത്. സ്വാഭാവികമായും IT നിയമപ്രകാരം കേസെടുത്തതിന് പിന്നാലെ തന്നെ ഈ നിയമ നടപടി കൂടി തൊപ്പിക്ക് നേരിടേണ്ടി വരുമെന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അഭിജിത്ത്, അതേപോലെ തന്നെ ഈ തൊപ്പിയുടെ മറ്റു സുഹൃത്തുക്കൾ അവർക്കെതിരെ ഈ പരാതി നൽകിയിട്ടുണ്ടോ? അവർക്കെതിരെ നടപടിയുണ്ടോ? തീർച്ചയായും അവർക്കെതിരെ കൂടുതൽ നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ തൊപ്പി എന്നുള്ള നിഹാദിനെതിരെ മാത്രമാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. സ്വാഭാവികമായും ഇയാളുടെ സുഹൃത്തുക്കൾക്ക് ഉൾപ്പെടെയുള്ളവർക്കെതിരെ തുടർ നടപടി ഉണ്ടാകാനുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല. അതിൽ ഈ തൊപ്പി ഗ്യാങ്ങിനെതിരെ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ഉത്തരവിട്ടിരുന്നത് കൂടിയാണ്. നിഹാദിനും സുഹൃത്തുക്കൾക്കുമെതിരെ അന്വേഷണം വേണമെന്നുള്ള കാര്യമാണ് DGP ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഒരു പ്രാഥമിക നടപടി എന്നുള്ള ശരി അഭിജിത്ത്, അഭിജിത്തിലേക്ക് മടങ്ങിയെത്താം.